പച്ച പുതച്ചൊരു കൈലാസമുണ്ട് ഇങ്ങ് വാഗമണ്ണിൽ. കുട്ടിക്കാനത്ത് നിന്ന് 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൈലാസഗിരി ഉമാമഹേശ്വര ക്ഷേത്രത്തിലെത്താം. ഇതിന് താഴെ ഓഫ് റോഡാണ്. കുറേ പ്രദേശങ്ങളിൽ നമുക്ക് 4x4 ജീപ്പൊക്കെയാണ് മുകളിലേക്ക് കയറ്റാം. ഇല്ലെങ്കിൽ താഴെ ഇവിടെ പാർക്ക് ചെയ്ത് നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. ചുറ്റും മലനിരകൾ കാവലായി നിൽക്കുന്ന കുന്നിന് മുകളിൽ ശിവപാർവതി പ്രതിഷ്ഠ. മഞ്ഞ് സദാ അർച്ചന നടത്തുന്നിടം. കുറുമ്പുകാട്ടിയെത്തുന്ന കാറ്റ് നമ്മളെ അപ്പൂപ്പൻ താടിയെപ്പോലെ പറത്തിക്കളയാൻ നോക്കും. പിന്നെ കോടയുടെ കണ്ണുപൊത്തിക്കളിയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും കളിക്കുന്ന കോടയ്ക്കൊപ്പം ഒരു ചെറു ചാറ്റൽ മഴ കൂടിയായാൽ പിന്നെ ശരിക്കും കൈലാസത്തിലെത്തിയ പ്രതീതിയാണ്. മഞ്ഞ് പരവതാനി വിരിച്ചതാണ് യഥാർത്ഥ കൈലാസമെങ്കിൽ ഇങ്ങ് കൈലാസഗിരിയിൽ പച്ച പരവതാനിയിലാണ് ശിവപാർവതി സംഗമം. കൈലാസത്തിലിരുന്ന ഒരു സൂര്യോദയം കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കൈലാസഗിരിയിലേക്ക് വരണം. അത്രമേൽ മനോഹരമാണ് ഇവിടുത്തെ സൂര്യോദയം. യാത്രികർ ഒന്നോർക്കണം, ഇവിടെ കടകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ ലഘുഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതണം. എന്നാൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ സ്വർഗം മലിനമാക്കരുത്. വാഗമൺ കാണാനെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ഈ കൈലാസം. വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ കാറ്റിന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിലെ കാറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.